Assalamualaikum, welcome back to our channel. ഇന്നൊരു സ്നാക്കിന്റെ റെസിപ്പിയാണ്. ഇത് നമ്മൾ ബ്രെഡും എഗ്ഗും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല ഇത് നമുക്ക് ഈവനിംഗ് സ്നാക്ക് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും സവാളയാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളിയും സവാളയും 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അത് ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പകരമായിട്ട് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ആ 2 ബ്രെഡിൻ്റെയും നടുഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് കളയണ്ട കേട്ടോ, നമുക്ക് ഇതിൽ തന്നെ അത് ആവശ്യമുണ്ട്. ഇനി ഒരു പാൻ എടുത്തിട്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നെയ്യ് എടുത്താലും മതി. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് വെച്ച് കൊടുക്കാം. അതിനുള്ളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഒരു 1/4 ഭാഗത്തോളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളക് പൊടി എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഇനി നിങ്ങൾക്ക് കുറച്ചധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ തക്കാളിയും അതുപോലെ തന്നെ സവാള ഒക്കെ ഇട്ട് കൊടുത്തല്ലോ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിലായിട്ട് ചീസിൻ്റെ ഒരു സ്ലൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അതും വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള പീസ് ഉണ്ടല്ലോ, അതൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശരിക്കത് പ്രസ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് തിരിച്ചിടുമ്പോൾ അത് താഴെ വീഴും. അതുകൊണ്ട് തന്നെ താഴെ വീഴാത്ത തരത്തിൽ നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോകും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ അതാ നമ്മളുടെ ബ്രെഡും എഗ്ഗൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമ്മളിതിനുള്ളിൽ വെച്ചിട്ടുള്ള ചീസൊക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ചീസൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളോ അല്ലാന്നുണ്ടെങ്കിൽ വലിയവരോ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്കിത് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ റെഡിയാക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്